സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട്, ശരീരം കൊണ്ട്, രാഷ്ട്രങ്ങളുടെ മേൽക്കോയ്മ കൊണ്ട്, മനുഷ്യ മക്കൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന് പോലും വിലങ്ങുതടിയായി നിൽക്കുന്ന സ്വേച്ഛാധിപതികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന മർദ്ദിതന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. അതാണ് അത് അന്താരാഷ്ട്ര തലം മുതൽ അടുക്കള വരെ ആ പ്രാർത്ഥന നമുക്കെതിരെ തിരിയുന്നതിനെ വിശ്വാസികൾ ഭയപ്പെടണം. നമ്മുടെ സ്വാധീനം കൊണ്ട് മറ്റൊരുത്തനെ അടിച്ചൊതുക്കുന്ന, മറ്റൊരുത്തന്റെ സമ്പത്ത് കവർന്നെടുക്കുന്ന, മറ്റൊരുത്തന്റെ അവകാശം അപഹരിക്കപ്പെടുന്ന അവസ്ഥയെ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് അധികാരമുണ്ട്, അപ്പൊ വേറൊരുത്തൻ എന്തും ചെയ്യാനാ? വളരെ ആത്മാർത്ഥതയോടുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരെ പോലും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ദണ്ടുപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തി കളയാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് ഉയരുന്ന മർദ്ദിതരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. ദുർബലരുടെ പ്രാർത്ഥന അത് ശ്രദ്ധിക്കണം. ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ആർക്കാണോ സ്വാധീനമുള്ളവൻ സ്വാധീനമില്ലാത്തവനെ അടക്കി ഭരിക്കുന്നു. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വേദഗ്രന്ഥങ്ങളുടെ പേരിൽ, വേഷത്തിന്റെ പേരിൽ അധികാരദണ്ടുപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ക്രൂരമായി നിഷ്കാസനം ചെയ്യുന്ന, മനുഷ്യരുടെ മേൽ സ്വേച്ഛാധിപത്യം പുലർത്തുന്ന അതിനെതിരെയുള്ള പ്രാർത്ഥന ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, തുഹ്മലു ഫൗകൽ ഗമാം, അത് മേഘങ്ങളുടെ മുകളിലേക്ക് ഉയരും. വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ തുറന്നുകൊണ്ടത് പോകും. വയഖൂലു റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇസ്സതി, എന്റെ പ്രതാപത്തിൽപ്പെട്ടതാണ്, ലഅൻസുറന്നക വലൗ ബഅദ ഹീനിൻ, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ദുർബലരെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. ലഅൻസുറന്നക വലൗ ബഅദ ഹീനിൻ, കുറച്ച് വർഷങ്ങളോ കുറച്ച് മാസങ്ങളോ കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ഈ ദുർബലരെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ, ദുർബലന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബുൻ, അതിനും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിഷമിപ്പിക്കുന്നു, നമ്മുടെ അധികാരം, നമ്മുടെ പണം, നമ്മുടെ സ്വാധീനം, ഇതൊക്കെ വെച്ച് നമ്മൾ ആരെയെങ്കിലും ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്.